നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ പ്രതിരോധം. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മലപ്പുറത്ത് നിപ്പ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അന്തിമ ഫലത്തിനായി കാത്തിരിക്കുന്നു. നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അർജുനടക്കം 3 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. അർജുനെ കൂടാതെ നാമക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ ശരവണൻ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന് സൂചനയുണ്ട്. അപകട സ്ഥലത്തു നിന്നും ശരവണന്റെ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അപകട സ്ഥലത്തെത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായി തീവ്രശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലോറിയുടെ ലൊക്കേഷൻ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് IIT സംഘം നിഷേധിച്ചു. സിഗ്നൽ ലോറിയുടേതല്ലെന്നും വലിയ പാറക്കല്ലോ മറ്റോ ആകാനാണ് സാധ്യതയെന്നും NIT സംഘം വ്യക്തമാക്കി. വൻമരങ്ങളും പാറക്കല്ലുകളും മണ്ണിനൊപ്പമുള്ളതിനാൽ റഡാറിൽ സിഗ്നൽ ലഭിക്കുന്നതിനും പ്രയാസം നേരിടുന്നതായും സംഘം പറഞ്ഞു. നീറ്റ് UG പരീക്ഷയുടെ വിശദമായ മാർക്ക് ലിസ്റ്റ് NDA പ്രസിദ്ധീകരിച്ചു. നീറ്റ് UG പരീക്ഷയുടെ വിശദമായ മാർക്ക് പട്ടിക NDA പ്രസിദ്ധീകരിച്ചു. സെൻസർ തിരിച്ചുള്ള പട്ടികയാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയത്. 12 മണിക്ക് മുമ്പ് NDA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത് NDA പാലിച്ചു. അതേസമയം ചോർച്ച കേസിൽ റാഞ്ചിയിൽ നിന്ന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി കൂടി അറസ്റ്റിലായി. ഇതുവരെ അറസ്റ്റിലായ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർത്തുന്ന സോൾവർ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടവരാണെന്ന് CBI പറഞ്ഞു. പുഴയിൽ ഏണിയിറക്കി രക്ഷാപ്രവർത്തനം. ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്തി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി കുടുങ്ങിയ 2 കുട്ടികളെയും കരയിലേക്ക് കയറ്റിയതായി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. പുഴയുടെ നടുക്കാണ് കുട്ടികൾ കുടുങ്ങിയത്. അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. പുഴയിലേക്ക് ഏണിയിറക്കി നൽകിയാണ് കുട്ടികളെ കരയ്ക്ക് കയറ്റിയത്. നറണി തടയണയ്ക്ക് സമീപമാണ് കുട്ടികൾ കുടുങ്ങിയത്. 3 കുട്ടികളാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയത്. വെള്ളം ഉയർന്നതോടെ കുട്ടികളിൽ ഒരാൾ നീന്തി തിരികെ കരയ്ക്ക് കയറി. ഈ കുട്ടിയാണ് വിവരം നാട്ടുകാരെ അറിയിച്ചത്. വൈകാതെ തന്നെ രക്ഷാപ്രവർത്തകർ കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. കുട്ടികൾ നിൽക്കുന്ന പുഴയുടെ ഭാഗത്ത് ആഴം കുറവാണെങ്കിലും ശക്തമായ നീരൊഴുക്കാണ് ഉണ്ടായിരുന്നത്. ആളിയാർ മേഖലയിൽ മഴ ശക്തമായതോടെയാണ് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടായത്. DYFI നേതാവിനെ നാടുകടത്തി. നടപടി മേഖലാ സെക്രട്ടറിക്കെതിരെ. പത്തനംതിട്ട DYFI മേഖലാ സെക്രട്ടറി അഭിജിത്ത് ബാലനെ കാപ്പ കേസിൽ നാടുകടത്തി. പത്തനംതിട്ട തുവയൂർ മേഖലാ സെക്രട്ടറിയാണ് അഭിജിത്ത്. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് നാടുകടത്തിയത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ അഭിജിത്ത് പ്രവേശിക്കരുതെന്നാണ് DIG നിശാന്തിയുടെ ഉത്തരവ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം അഭിജിത്ത് ബാലൻ കൊലപാതക ശ്രമം, വാഹനാക്രമം, പോലീസുകാരെ ഭീഷണിപ്പെടുത്തി തുടങ്ങി ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ്. നല്ല നടപ്പ് ബോണ്ട് കോടതിക്ക് നൽകി ജാമ്യം നേടിയ ശേഷവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി.